ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പ് പുതിയ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. അത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കുള്ളതാണ്. RPF എന്ന് പറയും. നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, RPF കോൺസ്റ്റബിളിൻ്റെ ആണ് ചെയ്തത്. ഇത് RPF സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്കുള്ളതാണ്. ഇതിന് അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് മാറ്റമുണ്ട്. ഒരു ഡിഗ്രി നിർബന്ധമായിട്ട് വേണം. ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച ബിരുദം വേണം. അതാണ് എൻ്റെ ഒരു കാര്യം. 452 വേക്കൻസിയാണ് ആകെ ഉള്ളത്, ഓൾ ഇന്ത്യ. കാരണം SIമാരായിട്ടാണ് വരുന്നത്. നല്ല സുഖമുള്ള ഡ്യൂട്ടിയാണ്. ഇതിന് സാലറിയും വ്യത്യാസമുണ്ട്. ഈ 452 ഗേൾസും ബോയ്സിനും കൂടെ കൂട്ടിയിട്ടാണ് 452. അപ്പോൾ നിങ്ങളെല്ലാവരും അത് നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ബോയ്സിന് എത്രയാ? 384. 384 വേക്കൻസി ആൺകുട്ടികൾക്ക് മാത്രം. പെൺകുട്ടികൾക്ക് എത്രയാ? 68 വേക്കൻസി ഉണ്ട് പെൺകുട്ടികൾക്ക്. ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം 14 രാത്രി, മെയ് 14 രാത്രി 12 മണി വരെയാണ്. അത് കഴിഞ്ഞ് അപേക്ഷ കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് നല്ല സുഖമുള്ള ഡ്യൂട്ടിയാണ്. ഇതിന്റെ സാലറി 35,400 ആണ് ഇതിന്റെ തുടക്കത്തിലുള്ള ശമ്പളം. ഇതൊരു നേരത്തെ നമ്മൾ പറഞ്ഞു RPFന്റെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള 21,700. അത് ലെവൽ 3 ആണ്. ഇത് ലെവൽ 6 ആണ്. പേ സ്കെയിൽ വരുമ്പോൾ ഓരോ ലെവലാണ്. 1, 2, 3 ഇങ്ങനെ പോകും. ഇത് ലെവൽ 6ലാണ് വരുന്നത്. 35,400. അപ്പോൾ നല്ല തുടക്കത്തിൽ തന്നെ നമ്മൾ നല്ല ശമ്പളം കിട്ടും. നല്ല പോസ്റ്റാണ്. ഡയറക്റ്റ് ഓഫീസർ റാങ്കാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഡിഗ്രി ഉള്ളവരെല്ലാം തന്നെ അപേക്ഷ കൊടുക്കുക. ആദ്യം തുടക്കത്തിൽ ഇതിന്റെ എഴുത്തു പരീക്ഷയാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം, ടോട്ടൽ 452 വേക്കൻസിയിൽ 10% സംവരണമുണ്ട്. അത് എക്സ് സർവീസ്മാൻ, എക്സ് മിലിറ്ററിക്കാർക്കുള്ളതാണ്. 10% സംവരണം. ബാക്കിയേ മൊത്തത്തിൽ വരുള്ളൂ, ജനറൽ കാറ്റഗറിയിലേക്ക് വരുള്ളൂ. ഇതിന്റെ നമുക്ക് രജിസ്ട്രേഷൻ ഫീ വരുന്നത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. 500 രൂപയാണ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീ. എക്സ് സർവീസ്മാൻ, SC ST ഇവർക്കെല്ലാം തന്നെ, സ്ത്രീകൾ ഇവർക്കെല്ലാം തന്നെ 250 രൂപയുള്ളൂ. എഴുത്തു പരീക്ഷ കഴിയുന്നതോടുകൂടി അവരുടെ 250 രൂപ മടക്കി കൊടുക്കും. ജനറൽ കാറ്റഗറിക്കാർക്ക് 500 മുടക്കിയ ആൾക്കാർക്ക് 500 രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തിയ ആൾക്കാർക്ക് 400 രൂപ എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം മടക്കി കിട്ടും. ഇതിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് എഴുത്തു പരീക്ഷയാണ്. അത് കോൺസ്റ്റബിൾമാർക്ക് കൊടുത്ത പോലെ തന്നെ 90 മിനിറ്റാണ് ഇതിന്റെ സമയം. 1.5 മണിക്കൂർ സമയമുണ്ട്. 120 ചോദ്യം, 50 മാർക്കിന്റെ ജനറൽ നോളജ്, 35 മാർക്കിന്റെ മാത്സ്, 35 മാർക്കിന്റെ റീസണിങ്. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് വരുന്നത്. കായികക്ഷമത ടെസ്റ്റ്. 1600 മീറ്റർ ഓട്ടമാണുള്ളത്. അതിന് നേരത്തെ കൊടുത്തതിനേക്കാളും സമയം കൂടുതലുണ്ട്. 6 മിനിറ്റ് 30 സെക്കൻഡ് കൊടുക്കുന്നുണ്ട്. 5:40 നേരത്തെ കൊടുത്തതെങ്കിൽ ഇവർക്ക് ഓഫീസർ റാങ്കിലേക്ക് വരുമ്പോൾ 6.5 മിനിറ്റ് സമയമുണ്ട് 1600 മീറ്റർ ഓടാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ലോങ് ജമ്പാണ്. 12 ഫീറ്റ്, 12 അടി. ഹൈ ജമ്പ് 3 ഫീറ്റ് 9 ഇഞ്ച്. 4 ഫീറ്റ് അല്ല, കോൺസ്റ്റബിൾ 4 ഫീറ്റ് ആയിരുന്നു ഹൈ ജമ്പ്. ഇത് ഓഫീസർ വരുമ്പോഴത്തേക്കും 3 ഫീറ്റും 9 ഇഞ്ചുമാണ് ഹൈ ജമ്പ് ചാടേണ്ടത്. അപ്പോൾ അതിന്റെ എഴുത്തു പരീക്ഷയുടെ കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ ഫിസിക്കലിന്റെ കാര്യവും മനസ്സിലായി. ഇനി ഇതിന്റെ ഹൈറ്റ് 165 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. SC ST ആണെങ്കിൽ 160 മതി. ഗേൾസിനാണെങ്കിൽ 157, SC ST 152. ഇതാണ് പൊതുവായിട്ട് ഇതിനകത്തുള്ളത്. ഇതിന്റെ ലിങ്ക് ഇന്നലെ പറഞ്ഞ തന്നെയാണ്. www. തിരുവനന്തപുരം, ചെന്നൈ ആണ് chennai.gov.in. ഇതിലേ ഉള്ളൂ. കഴിഞ്ഞ ഇതിൽ തന്നെ. അപ്പോൾ അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവർ പറഞ്ഞു തരും. എത്രയും പെട്ടെന്ന് ഡിഗ്രിയിൽ ഉള്ള ആൾക്കാർ അക്ഷയ സെന്ററിൽ പോവുക. അവസാന നിമിഷത്തേക്ക് കാത്തു നിൽക്കാതെ രജിസ്ട്രേഷൻ നടത്തുക. നല്ല സുഖമുള്ള ഒരു ജോലിയാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും കറങ്ങാൻ പറ്റും. എല്ലാ രാജ്യങ്ങളും നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും കാണാൻ പറ്റും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ആർമി പോകുന്നത് പോലെ അല്ല. അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ വീണ്ടും പറയുകയാണ്, 10ാം ക്ലാസ്സുകാരന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണ് RPFലെ കോൺസ്റ്റബിൾ ആയിട്ടുള്ളത്. യൂണിഫോം ഇടാം. അത്യാവശ്യം തരക്കേടില്ലാത്ത ലെവൽ 3 സാലറി. ഇപ്പോഴും അത് അറിയാത്തവരുണ്ടാവും. 10ാം ക്ലാസ് +2 കഴിഞ്ഞിട്ട് സാധാരണ നാടൻ പണിക്കൊക്കെ പോകുന്നവരുണ്ടാവും. അത്യാവശ്യം വിവരമുള്ള കുട്ടികളായിരിക്കും. അത്യാവശ്യം കായികക്ഷമതയുള്ളവരായിരിക്കും. അവരെ നിങ്ങൾ അറിയിക്കണം. ഇപ്പോഴും അറിയാത്തവരുണ്ട്.
അന്തം വിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ തന്നെ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡ്യൂറൻസ് അക്കാദമിയിൽ തന്നെ വന്നിട്ട് മടങ്ങിപ്പോയവരുണ്ട്. 1 or 2 ടെസ്റ്റ് അല്ലെ ഒരു ടെസ്റ്റിന് പോയി കിട്ടിയില്ല, പിന്നെ അത് മറക്കുകയാണ്. സ്ഥിരമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ചാൻസ് വരുമ്പോൾ നമ്മൾ അറിയുള്ളൂ. ഇതുപോലെ ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ചാൻസ് അറിയാൻ കഴിയുള്ളൂ. ഒരെണ്ണത്തിന് തോറ്റു എന്ന് വിചാരിച്ച് നിരാശപ്പെടാൻ പാടില്ല. അടുത്തത് നമ്മൾ പിടിക്കണം. എന്തെങ്കിലും ജോലി നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടും, ഉറപ്പാണ്. ഇപ്പോൾ ഇനി നേരത്തെ ഞാൻ പറഞ്ഞതാണ് RPF വരുന്നുണ്ട്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം, എല്ലാവരും കരുതിയിരിക്കണം എന്ന് പറഞ്ഞാണ്. വീണ്ടും വരുന്നതിന് അടുത്ത എന്താണ്? ഡൽഹി പോലീസ്. ഇത് രണ്ടും RPF ആയാലും ഡൽഹി പോലീസ് ആയാലും കൊറോണ കാരണം സെലക്ഷൻ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയധികം വേക്കൻസി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ കിട്ടിയില്ലെങ്കിലും അടുത്ത ഏതെങ്കിലും ഒന്ന് ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഗ്രൗണ്ടിനെ സ്നേഹിച്ച് നമ്മൾ കൃത്യമായി ഇൻഡ്യൂറൻസ് ചെയ്ത് ഫിറ്റ്നസ് ഒക്കെ ആക്കി, അതുപോലെ തന്നെ ക്ലാസും എഴുത്ത് പരീക്ഷയുടെ ക്ലാസും മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡ്യൂറൻസ് അക്കാദമിയിൽ എഴുത്ത് പരീക്ഷയുടെ ക്ലാസ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. അതിന് ചെറിയൊരു ഫീ മാത്രമേ ഉള്ളൂ. ഇവിടെ ഗ്രൗണ്ടിൽ ഫ്രീ ട്രെയിനിങ് ആണ്, ഒരു പൈസയും മേടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, ക്ലാസ്സിൽ വേഗം വരിക. കാരണം ഒരു മാസമൊക്കെ നമുക്ക് 1-2 മാസമേ നമുക്ക് ടൈം കിട്ടുള്ളൂ. അതിനിടയ്ക്ക് SLC ബേസ് ചെയ്തിട്ടാണെങ്കിലും അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ഡിഗ്രി ഉള്ളവർ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കും ഡിഗ്രി ഇല്ലാത്തവർ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കും ട്രൈ ചെയ്യുക. ഇതിൽ നമ്മുടെ അക്കാദമിയിൽ നിന്ന് മാക്സിമം ആള് ജോലി മേടിക്കണം. ജോലി കിട്ടും, ഉറപ്പാണ്, എനിക്ക് ഉറപ്പുണ്ട് കിട്ടുമെന്ന്. ഇപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മുടെ അക്കാദമിയിൽ കടന്നു പോവാണ്. ഇപ്പോൾ ഇന്നലെ എക്സൈസ് ഇൻസ്പെക്ടറുടെ അഡ്വൈസ് വന്നു. ആദ്യമായിട്ടാണ് എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വനിതകളെ നിയോഗിക്കുന്നത്. നമ്മുടെ അക്കാദമിയിൽ നിന്ന് നീതു മനോഹരൻ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് സെലക്ഷനായി. അഡ്വൈസ് മെമ്മോ വന്നു കഴിഞ്ഞു. അങ്ങനെ ധാരാളം കുട്ടികൾ DYSPമാരായിട്ടും ഫോറസ്റ്റ് റേഞ്ചറായിട്ടും സബ് ഇൻസ്പെക്ടർമാരായിട്ടും ഒക്കെ ഇവിടുന്ന് ജോലി മേടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അലസരം മടിയിലാകാതെ എത്രയും പെട്ടെന്ന് SLCക്കാരന് കിട്ടുന്നൊരു സുവർണാവസരമായത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് വനിതകളുണ്ട്, അവർക്കൊരു സുവർണാവസരമാണ്. ഡിഗ്രി ഉള്ള വനിതകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇനി നമ്മുടെ കൂടെ അല്ലാത്തവർക്കും ഇതൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ഇതിൽ 2 റൗണ്ടാണ് ഗേൾസ് ഓടേണ്ടത്. ഫിസിക്കൽ എത്രയാണ്? 800 മീറ്റർ. 400 മീറ്റർ സ്റ്റേഡിയത്തിൽ 2 റൗണ്ട് ഓടണം. 4 മിനിറ്റാണ് അതിന് സമയം. 2 റൗണ്ട് ഓടാൻ വേണ്ടിയിട്ട് ഗേൾസിന് കൊടുക്കുന്നത് ഏകദേശം ആർമിയുടെ അതേ ടൈം തന്നെയാണ് വരുന്നത്. ഗേൾസിന് 2 റൗണ്ട് 800 മീറ്റർ ഓടാൻ വേണ്ടി 4 മിനിറ്റ് ഉണ്ട്. ലോങ് ജമ്പ് ആണെങ്കിൽ 9 ഫീറ്റ് ചാടണം. ലോങ് ജമ്പ് ചാടേണ്ട ദൂരം 9 ഫീറ്റ്, 9 അടി. ഹൈ ജമ്പ് ആണെങ്കിൽ 3 ഫീറ്റ്. ഇനി ഒന്നും കൂടി പറയാം, ഇതിന്റെ സൈറ്റ് www.rrb. ചെന്നൈ ആണെങ്കിൽ ചെന്നൈ, എല്ലാ സ്മോൾ ലെറ്റർ ആണ്. ചെന്നൈ ആണ് ചെന്നൈ, തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കൊടുക്കാം. 2 സെന്ററിലേക്ക് നമുക്ക് കൊടുക്കാം. .gov.in. ഓക്കെ, ക്ലിയർ ആയല്ലോ? സൈറ്റ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? 2 സെന്ററിലേക്കും രജിസ്ട്രേഷൻ നമുക്ക് നടത്താം. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.